ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആദ്യമേ ആശംസിക്കുന്നു. ഒരു ചെറിയ കഥ വായിച്ചത് ഓർക്കുകയാണ്. അതായത് ഒരു ആശ്രമത്തിലെ ഗുരു മരിച്ചുപോയി. അപ്പോൾ ഗുരു മരിക്കുന്നവരെ വലിയ അച്ചടക്കത്തിലും നല്ല ക്രമസമാധാനത്തിലൊക്കെ ആത്മീയ നിഷ്ഠയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു ആശ്രമമായിരുന്നു. ഗുരു മരണമടഞ്ഞത് പിന്നെ എല്ലാം താളം തല്ലിയ അവസ്ഥയായി. ശിഷ്യന്മാർ തമ്മിൽ കടിപിടുത്തവും പ്രശ്നങ്ങളും തർക്കങ്ങളും വാഗ്വാദങ്ങളും, ഞാനാണോ വലുത് നീയാണോ വലുത്, ഒത്തിരി അസ്വസ്ഥകളായി. അപ്പോൾ ഇതിന് മധ്യസ്ഥനായിട്ട് അടുത്ത ആശ്രമത്തിലെ ഗുരുവിനെ വിളിച്ചു. അങ്ങനെ ഈ ഗുരു മധ്യസ്ഥനായവരുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞൊരു കാര്യം ഇതാണ്. വേറൊന്നും, അവർ ഓരോരോ വാഗ്വാദങ്ങളൊക്കെ നടത്തി. പക്ഷേ ഗുരു പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഒരു വിശുദ്ധനുണ്ട്. അപ്പോൾ കേട്ട ഓരോരുത്തരും പല വിധത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. ആ വിശുദ്ധൻ ഞാനായിരിക്കോ, ആ വിശുദ്ധൻ ഇയാളായിരിക്കോ, അല്ലെങ്കിൽ മറ്റേ ആളായിരിക്കോ, അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി അടുത്ത തവണ വരാമെന്ന് പറഞ്ഞ് ഗുരു കടന്നുപോയി. പക്ഷേ വീണ്ടും അടുത്ത തവണ മീറ്റിങ്ങിന് കടന്നു വരുമ്പോഴേക്കും മനസ്സിലായ കാര്യം ഇതാണ്. ആശ്രമത്തിൽ വലിയ ശാന്തത കടന്നു വന്നിരുന്നു. കാരണം ഓരോരുത്തരും അന്ന് തൊട്ട് ചിന്തിക്കാൻ തുടങ്ങി, ആ വിശുദ്ധൻ ഞാനായിരിക്കും. ആരെയും കുറ്റപ്പെടുത്തിയില്ല, ആരോടും തർക്കിച്ചില്ല, വാഗ്വാദങ്ങൾ ഉണ്ടായില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായി വരുമ്പോൾ തന്നെ ഓരോരുത്തരും ഈ ഗുരു പറഞ്ഞ ആ വാക്ക് ശ്രദ്ധിച്ചു, നിങ്ങളുടെ ഇടയിൽ ഒരു വിശുദ്ധനുണ്ട് എന്ന്. അത് അവരുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം വരുത്തി. പണ്ടത്തേതിനേക്കാൾ മെച്ചപ്പെട്ട ശാന്തിയും സമാധാനവും ആ ആശ്രമത്തിൽ കടന്നു വന്നു. ഇന്ന് നമ്മളും ജീവിക്കുന്ന സമൂഹത്തിലും കുടുംബത്തിലും തൊഴിലിടങ്ങളിലും തിരമാല പോലെ അടിച്ചു വരുന്ന പല അസ്വസ്ഥതകളും പ്രയാസങ്ങളും നമ്മുടെ മനസ്സിൽ ഉയരുന്ന പല ക്ഷോഭങ്ങളും ഉണ്ട്. അതേപോലെ മറ്റുള്ളവരുടെ മേൽ പുറന്തള്ളാനോ കരുവാരി തേക്കാനോ ശ്രമിച്ചാൽ നമ്മളും മലിനരാകും, അവരും വയലൻ്റ് ആയിത്തീരും. ആർക്കും ഒന്നും കിട്ടുകയില്ല. മറ്റൊരു കഥ ഓർക്കുകയാണ്. ഒരിക്കലൊരു ഗുരുവിനോട് വന്ന് കുറ്റം പറയാനായിട്ട് ഒരു ശിഷ്യൻ കുറ്റം പറയാനായിട്ട് തുടങ്ങി. അയാളുടെ ആ ആശ്രമത്തിലുള്ള കൂടെയുള്ള ശിഷ്യനെ കുറ്റം പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുരു ചോദിച്ചു, ഇത് നീ എന്നോട് പറഞ്ഞതുകൊണ്ട് നിനക്ക് എന്ത് കിട്ടി? വീണ്ടും ചോദിച്ചു, രണ്ടാമത്തെ ചോദ്യം, ഇത് നീ എന്നോട് പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടും? ഇത് നീ എന്നോട് പറഞ്ഞതുകൊണ്ട് അവന് എന്തെങ്കിലും സംഭവിക്കുമോ? എന്തുകൊണ്ട് നീ ഒരു ഊമനായില്ല എന്ന്. അതുകൊണ്ട് നമ്മളിങ്ങനെ വാരി വിതറുന്ന പല കാര്യങ്ങളും നമ്മൾ പറയും ആശ്വാസം കിട്ടും, സന്തോഷം കിട്ടും, സമാധാനം കിട്ടും, മനസ്സിൽ നിന്നെല്ലാം പോയി എന്ന് പറയും. പക്ഷേ അസഭ്യം പറയുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നതുകൊണ്ട് അവരിൽ വല്ലതും സംഭവിക്കും, നമ്മളിൽ വല്ലതും സംഭവിക്കും, നമ്മളിലുള്ള ദൈവകൃപ നഷ്ടപ്പെടും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വല്ലതും കിട്ടും, നമ്മളെക്കുറിച്ച് ഉള്ള അതോടുകൂടി എല്ലാ അഭിപ്രായം കൂടി അതോടുകൂടെ പോകും. സുഭാഷിതങ്ങളുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞനാണ്, പ്രശാന്തമായ മനസ്സുള്ളവൻ ബുദ്ധിമാനത്രയെന്ന്. എല്ലാത്തിനും തിരിച്ച് ഒപ്പിച്ച് നമ്മളോട് പറയുന്നില്ല, തണ്ടമ്പടിക്ക് മുണ്ടമ്പടി എന്ന പോലെ നിൽക്കുന്നില്ല എന്ന് കരുതി നിശബ്ദനായിരിക്കുന്നവരെ തകിടം മറിക്കാൻ ശ്രമിക്കരുത്. കാരണം പ്രശാന്തമായ മനസ്സുള്ളവൻ ബുദ്ധിമാനത്രേ. ആരെ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു അവസാനം അവരെ തന്നെ നമുക്ക് ആവശ്യമായ അവസ്ഥകൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ നിന്ദിക്കുന്നവരായിരിക്കാം. എൻ്റെ അപ്പം പറഞ്ഞൊരു സംഭവം കേട്ടിട്ടുണ്ട്. അവസാനം ഓടി വന്ന് ഒരു കരിത്തോടിൻ്റെ അവിടെയാണ് വീണു. പണ്ടത്തെ കാലമാണ്, നടന്ന സംഭവമാണ് കേട്ടോ, ഞങ്ങളുടെ തറവാടിൻ്റെ അടുത്ത്. അപ്പോൾ ചുറ്റിനും ഇങ്ങനെ പാടവും ഇതൊക്കെയാണ്. ഈ മനുഷ്യൻ തെങ്ങ് കയറിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അവർ കരിത്തോടിൻ്റെ അവിടെ വീണു. ഭയങ്കര വാശിയും നിഷ്ഠയും നിർബന്ധവും ഒക്കെ ഉള്ള ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു. പക്ഷേ ആ വെള്ളം എന്നും പറഞ്ഞ് ആ വീണ് കിടക്കുന്ന ആൾ ചോദിച്ചിട്ട് വേറെ എങ്ങും ഓടിപ്പോകാനില്ല. തൊട്ടരിയിലെ കരിത്തോട്, എല്ലാത്തരം ഇതും അതിലോട്ടാ വന്ന. അതിൽ നിന്ന് ചേമ്പലയിൽ വെള്ളം കോരി കൊണ്ടുവന്ന് ഇയാളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആ നിമിഷം മരിച്ചു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഇഷ്ടമില്ലാത്ത മനുഷ്യരെയും പോലും ദൈവം നമുക്ക് വേണ്ടി ഉപയോഗിച്ചേക്കാം. നമ്മളെല്ലാം പെർഫെക്റ്റാണോ? കേട്ടുകൊണ്ടിരിക്കുന്നവർ ചിന്തിക്കുക, നമ്മൾ പെർഫെക്റ്റാണോ? 10, 20, 30 വർഷം കൂടെ ജീവിച്ചിട്ട് കൂടെയുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കുക,
അവരുടെ കുറവുകൾ മാത്രം വേഗം കണ്ടുപിടിക്കാനും പറയാനും ശ്രദ്ധിക്കുക. പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ഈ ഭർത്താവിനെ നേടിയെടുക്കാൻ, ഈ ഭാര്യയെ നേടിയെടുക്കാൻ, ഈ മരുമകൾക്ക് മാറ്റം വരുത്താൻ, ഈ അമ്മായിയമ്മക്ക് വ്യത്യാസം വരുത്താൻ, അല്ലെങ്കിൽ ഈ കുടുംബത്തിലുള്ള ഏത് വ്യക്തി ആകട്ടെ, ഇങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞ് പരത്തി നമ്മളും നാറ്റക്കേസ് അവരും നാറ്റക്കേസ്. വല്ലവർക്കും എന്തെങ്കിലും കിട്ടും? ഒന്നും കിട്ടത്തില്ല. പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വാക്ക് അളന്ന് തൂക്കി ഉപയോഗിക്കുക, വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. അത്രക്ക് പെർഫെക്റ്റ് ആകേണ്ട കാര്യം ഇതാണ്. ദൈവമേ ദൈവമേ യേശുവേ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്ന, വചനം എഴുതുന്ന കൈകളും വചനം പറയുന്ന നാവുകളും, എന്നിട്ട് അതേ നാവ് വെച്ചിട്ട് നമ്മൾ പറയും ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങനെ വരട്ടെ, എൻ്റെ കണ്ണുകൊണ്ട് കാണും, ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകും. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. പള്ളിയിൽ പോയി ഞാനിങ്ങനെ വരട്ടെ, ഇവനിട്ടൊരു പണി കൊടുക്കണം, പണി കിട്ടിയിരിക്കും, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കും. നമ്മൾ പറയുന്ന വാക്കുകളല്ലേ അതിൻ്റെയൊക്കെ പ്രത്യാഘാതവും വേദനയും നമ്മളിലും അവരിലും ഉണ്ടാക്കുന്നത് തീരാ ശത്രുതയും കൊടിയ വെറുപ്പിൻ്റെ വിഷവുമല്ലേ. അപ്പോൾ യെരമ്യാ 15:18-19 എന്താണ് എൻ്റെ വേദന മാറാത്തത്, എന്താണ് എൻ്റെ മുറിവ് ഉണങ്ങാത്തത്? പലരും ഫോണിൽ കൂടെ വിളിക്കുമ്പോഴും വരുമ്പോഴും പറയുന്ന, എന്നിട്ട് അടുത്ത സ്ഥലത്തോട്ട് ഓടും. ആ പറഞ്ഞതൊന്നും അവർക്കുള്ളതല്ല. ആരെങ്കിലും കൂടോത്രം ചെയ്തെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴിച്ചിടുന്ന് പറഞ്ഞാൽ, എടുത്താൽ പൊങ്ങാത്ത എന്തെങ്കിലും പരിഹാരങ്ങൾ പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അല്ല കയ്യിലിരിപ്പ്, വായിലിരിപ്പ്, ഉള്ളിലിരിപ്പ് ശരിയാക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ ഒരു അസംതൃപ്തി ഇല്ലാത്ത പോലെ സംസാരിക്കുന്ന അവസ്ഥ, ഉള്ളതിലൊന്നും തൃപ്തിയില്ല. ചിലരുടെ അവസ്ഥ ഇതാ, സെൽഫ് ടോക്ക് എന്ന് പറയും, സ്വയം സംസാരം. ചിലർ പുറത്തോട്ടൊന്നും പറയില്ല, ആരെയും ചെറിയും വിളിക്കില്ല, ചീത്തയും വിളിക്കില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ വർത്തമാനം പറയും, ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കും. എന്താ പറയുന്നത്? നമ്മൾ മാത്രം ഇങ്ങനെ, അതേ നമ്മുടെ പറമ്പിലെ പണിക്കാരന് അവനും ഇവനും ഒക്കെ കണ്ട, അവനും ഇവനും എല്ലാം ഓരോ ഇതായിപ്പോയി, നമ്മൾ മാത്രം നശിച്ച് താഴേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഇവനൊക്കെ കള്ളപ്പണമാണ്, പോണ പോക്ക് കണ്ടില്ലേ, ഈ പോണ വഴി വല്ലയിടത്തും പോയി കയറും, പറയൂല. അതിൻ്റെ പേരാണ് അസൂയ. 1 കൊറിന്തോസ് 3:3 പറയുന്നുണ്ട്, അസൂയയും തർക്കവും നിങ്ങളിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരും സാധാരണക്കാരും അല്ലേ. അതിനേക്കാൾ തരം താഴ്ന്നവരായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അസൂയ ഉള്ളിലിങ്ങനെ തിങ്ങി നിറഞ്ഞു കഴിയുമ്പോൾ അത് പൊട്ടി പുറത്തോട്ട് വരും. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ കുക്കർ പൊട്ടിത്തെറിച്ച്, ഇവിടെ ഇപ്പോൾ 18-19 കൊല്ലം മുമ്പുണ്ടായ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് പിന്നെ മനസ്സിലായത് ഇതാണ്, ഈ നമ്മൾ കുക്കറിൻ്റെ വെയിറ്റ് ഊരി വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കയറിയിരുന്നാലോ, അല്ലെങ്കിൽ നേരത്തെ പാചകം ചെയ്തതിൻ്റെ എന്തെങ്കിലും വേപ്പലയോ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹോള് അടഞ്ഞിരിക്കും. അപ്പോൾ ഈ ആവി പുറത്തേക്ക് പോകുന്നത് തടയപ്പെടുന്നത് കൊണ്ട് നമ്മൾ പറയും ആവി വന്നില്ലല്ല സംഗതി. അതുകൊണ്ട് എപ്പോഴും വെയിറ്റ് എടുക്കുമ്പോൾ ഒരു കമ്പിയാ കോലായിട്ട് പപ്പടം കുത്തി എന്തെങ്കിലും ഇട്ട് അതൊന്ന് ഈ കുക്കറിൻ്റെ മൂടി ലിഡിലുള്ള ഹോളും ഈ വെയിറ്റും ഒന്ന് കോള് മനുഷ്യഭാരപ്രദമായതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ പറയുന്നത്. പൊട്ടിത്തെറിച്ചിട്ട് ദൈവഭാഗ്യം കൊണ്ട് എല്ലാവരും ഞാൻ പത്രം വന്ന് അതിലെന്തോ വാർത്ത വായിക്കുന്നത് കേട്ട് എല്ലാവരും കൂടി ഓടി അത് കേൾക്കാൻ വന്നത് കൊണ്ട് ആ നിമിഷം രക്ഷപ്പെട്ടു. ഗുണ്ട് പൊട്ടുന്നതിനേക്കാൾ ബോംബ് പൊട്ടുന്ന പോലത്തെ സൗണ്ടായിരുന്നു. മോളിൽ പോയി അടിച്ച് ചെതറി സ്റ്റൗവും എല്ലാം കൂടെ തിളച്ച കഞ്ഞി ഹാള് വരെ എത്തി. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഇതിനേക്കാൾ വലിയ പൊട്ടാണ് ഉള്ളിലിങ്ങനെ വെറുപ്പും വൈരാഗ്യവും കുറ്റം പറച്ചിലും വേറെ അവർ പറഞ്ഞത് ഉള്ളിലേക്ക് ഇറക്കി എല്ലാം മറ്റുള്ളവരെക്കുറിച്ചുള്ള മുൻവിധികൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എന്തോരം പേര് പഠിച്ചതുണ്ട്, അവർക്കാർക്കും ജോലി കിട്ടിയില്ല, വേറെ ആർക്കും കിട്ടുന്നില്ല, ആരും ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്ന കാര്യം നമുക്ക് പണ്ട് മുതലേ അങ്ങനെയാണ്, പാരമ്പര്യമാണ്. എല്ലാത്തിനും പാരമ്പര്യത്തിന്മേൽ അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥ, ഉള്ളതിനും ഇല്ലാത്തതിനും എന്തെങ്കിലും ആരുടെയെങ്കിലും മേൽ പഴിചാരുന്ന അവസ്ഥ. അപ്പോൾ ഇതൊക്കെ മാറണം. വിലകെട്ടവ, എന്താണ് എൻ്റെ മുറിവ് ഉണങ്ങാത്തത്, എന്താണ് എൻ്റെ വേദന മാറാത്തത്, ഇടയ്ക്കിടെ വറ്റിപ്പോകുന്ന അരുവി പോലെ ആവുന്നത്. അവിടെ പറയുന്ന ഇതാണ്, വിലകെട്ടവ പറയാതെ വിലയുള്ളവ സൽവചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ തൊട്ടതൊക്കെ പൊന്നാകുന്ന അവസ്ഥ. ഇതുവരെ എങ്ങനെയാട്ടെ, അങ്ങനെ ഒരു തീരുമാനം ഒന്ന് വചനം കേട്ടെടുക്ക്. ദുർഭാഷണം നിർത്ത്, അസഭ്യ ഭാഷണം നിർത്താവുന്ന തീരുമാനിക്കുക. ഇനി കുമ്പസാരിച്ച് അല്ലെങ്കിൽ കൗൺസിലിങ്ങിലൂടെയൊക്കെ ഒന്ന് ഒരുങ്ങി നല്ലൊരു കുമ്പസാരം നടത്തി ഒരു പുതിയ മനുഷ്യനാകി. ഇത്രയും നാൾ തിന്നും കുടിച്ചും വഴക്ക് പറഞ്ഞും ഉറങ്ങിയും ഫോട്ടോവായിട്ടും ക്ഷീണോ എല്ലാത്തിനും മടുപ്പ്, അന്ന് മനസ്സിലിങ്ങനെ വെറുപ്പ് വിഷമോ ഈ കുറ്റം പറച്ച്
നെഗറ്റീവ് വിഷമാണ് ഉള്ളിൽ നിറക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്ന എപ്പോഴും ക്ഷീണം, എപ്പോഴും കിടപ്പ്, എപ്പോഴും മടുപ്പ്, ഒന്നിനും പോകാൻ തോന്നുന്നില്ല, പിന്നത്തേക്ക് നീട്ടി വെക്കുന്ന അവസ്ഥകൾ. എന്നിട്ടുള്ള കണ്ട പ്രാർത്ഥനയും ധ്യാനത്തിനൊക്കെ പോയാൽ പോലും അവിടെയും തൃപ്തിയില്ല. ധ്യാനേന്ദ്രത്തിന് ഉള്ളിലുള്ളത് നെഗറ്റീവാണ്. ധ്യാനേന്ദ്രത്തിന് കുറ്റം, അച്ഛന് കുറ്റം, മാർപ്പാപ്പക്ക് കുറ്റം, വായിൽ വന്നതും വഴിയെ പോയതും കോതൊക്കെ വാട്ടെന്ന് പറയുന്ന പോലത്തെ അവസ്ഥ. അതുകൊണ്ട് കുടുംബം അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല, ഉയർച്ച പ്രാപിക്കുന്നില്ല എങ്കിൽ വേണ്ടതിനും വേണ്ടാത്തതിനും കരച്ചിലാണ്. ഉള്ള കടം മുഴുവൻ മേടിക്കും, എന്നിട്ട് കൊടുത്തവനെക്കുറിച്ച് കുറ്റം പറയും, അല്ലെങ്കിൽ തരാത്തവനെക്കുറിച്ച് അവകാദികൾ പറയും. ആരെങ്കിലും ഒരാണും പെണ്ണും കൂടെ വർത്തമാനം പറയണ കണ്ടു കഴിഞ്ഞാൽ അപ്പം അത് വേറെ രീതിയിൽ ചിത്രീകരിക്കും. ഉള്ളിൽ നെഗറ്റീവ് ഉള്ളവരാണ്. ഇങ്ങനെ ഏത് കാര്യം നമുക്കെത്താൻ പറ്റാത്ത ലെവലിലേക്ക് മറ്റുള്ളവർ ഉയർന്നു വരുന്നത് കാണുമ്പോൾ ഒരുതരം അസ്വസ്ഥത, ഒരുതരം വിഷം പുറന്തള്ളുന്ന തരത്തിലുള്ള അവസ്ഥ. മത്തായി സുവിശേഷം 12-ാം അധ്യായം 34-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അനലി സന്തതികളെ, ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഉള്ളിലുള്ളത് വിഷമാകരുത്. ഒരു കഥയും കൂടി ഓർക്കുകയാണ്. സന്യാസിമാരും ഗുരുവും കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ വെള്ളത്തിൽ വീണ്, തടാകത്തിൽ വീണ് പെടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തേളിനെ കണ്ടു. അപ്പോൾ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. ദയാലുവായ സന്യാസ ഗുരു ആ തേളിനെ കോരി കരയിലേക്ക് ഇട്ടു. വീഴുന്ന കരയിലേക്ക് എത്തുന്നതിന് മുമ്പ് പുള്ളി ഒരു കുത്തു വെച്ച് കൊടുത്തു. അപ്പോൾ വേദനയിൽ പെടഞ്ഞുകൊണ്ട് വിഷമിക്കുന്ന ഗുരുവിനെ നോക്കി ശിഷ്യന്മാർ പറഞ്ഞു, ഇതാ ജ്ഞാനം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന പറഞ്ഞു തന്ന ആളാണ്, പക്ഷെ അങ്ങന്ത് മണ്ടത്തരമാണ് കാണിച്ചത്, തേളിനെ വല്ലവരും രക്ഷിക്കാൻ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു വേദനയോടെ ആണെങ്കിലും പറഞ്ഞു, ഞാൻ എൻ്റെ പണി ചെയ്തു, രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ പണിയാണ്, തേള് അതിൻ്റെ പണി ചെയ്തു. ഉള്ളിലുള്ളത് വിഷമായാൽ അത് പുറന്തള്ളും. ഉള്ളിലുള്ളത് എന്താണോ, കുത്തും കടിയും കുറ്റമാണോ, പല മാതാപിതാക്കൾ പലരും കഴിഞ്ഞ ദിവസം ഒരു സഹോദരി യൂക്കി എന്ന് വിളിച്ചെയ്താ, മക്കളെ കാലാണ വളരുന്നത്, കാലാണ വളരുന്നത്, പാലാണ തേനാണെന്നും പറഞ്ഞ് എല്ലാം കൊടുത്ത് വളർത്തി വലുതാക്കി കുറേ അവിടെ സെറ്റിലായതിൻ്റെ സാമ്പത്തിക ബാധ്യതകളും വീട് വെച്ചതിൻ്റെ എല്ലാം ഉണ്ട്. മോനും ഉണ്ട്, മോളും ഉണ്ട്. രണ്ടുപേരും നല്ല നിലയിൽ പ്രൊഫഷണൽസും ജോലിക്കാരുമായി. അപ്പം ഞാൻ ചോദിച്ചു, എത്ര കാശ് തരുന്നുണ്ട്, എത്ര രൂപ അവരടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും ഒന്നും കൊടുക്കുന്നില്ല. അപ്പനിപ്പോൾ തൈറോയിഡും പോസ്റ്റേറ്റിൻ്റെ അസുഖവും എല്ലാം ഉണ്ട്. ഇതും വെച്ചുകൊണ്ട് എന്നിട്ട് ആ വിദേശ നാട്ടിൽ ബ്രദറെ കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. ഇതും വെച്ച് അപ്പനും ഈ അമ്മയും ജോലിക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ടാണ് ഈ ഫിനാൻഷ്യൽ അവരുടെ ബാധ്യതകളൊക്കെ, മക്കളെ പഠിപ്പിച്ചതും ഈ വീട് ആ വിദേശ രാജ്യത്ത് എത്ര രൂപയെന്ന് വെച്ചാൽ വേണം, ഒരു ദിവസം പണിക്ക് പോകാതിരുന്ന് അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അതുപോലെ ടൈറ്റായി തീരുമെന്ന് അത്രയും വേദനയോടെ ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഉള്ളിലുള്ളത് പുറന്തള്ളും. ഉള്ളിലുള്ളത് നന്മയാണെങ്കിൽ നന്മ പുറന്തള്ളും. ഇല്ലെങ്കിൽ പല ന്യായീകരണങ്ങളും പറയാനുണ്ടാകും, പക്ഷെ അതിലൊന്നും കാര്യമില്ല. ഉള്ളിലുള്ളത് നന്മയാണെങ്കിൽ അപ്പനും അമ്മനും പൊന്നുപോലെ നോക്കുന്ന എത്രയോ മക്കളെ അറിയാം. കൈവെള്ളയിൽ വെച്ച് നോക്കുന്നവരുണ്ട്. അവരുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നവരുമുണ്ട്. അണലി സന്തതിയെ, ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അണലിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഇരുട്ടിലെ യാത്ര, ഇരുട്ടിലെ അതിന് കാഴ്ച കാണും, അതങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ ഇരുട്ടിനെ മാത്രം ഇഷ്ടപ്പെടുന്ന, അന്ധകാരത്തിൽ ജീവിക്കുന്ന, കുറ്റവും കുറവും മാത്രമേ, ഏറ്റവും ചുരുങ്ങിയൊരു ജീവിതമുള്ളൂ. ഉറക്കവും തീറ്റയും കൂടി കുറ്റം പറിച്ചിലും എല്ലാം കഴിഞ്ഞാൽ അധികം സമയമൊന്നുമില്ല നന്മ ചെയ്യാൻ. എന്നാലും അത് തന്നെ ചെയ്യുള്ളൂ. ഇപ്പം കൂടി ഈ വചനം പറയാനിരിക്കുമ്പോൾ ഒരാൾ വിളിച്ചിട്ട് 3 ആൺമക്കളാണ്, 2 പേര് വീട്ടിൽ കയറിയിരിക്കുക, ഒരാൾ പുറത്ത് പോയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ദിനാറ് മുഴുവൻ അടിച്ച് അറബി കയ്യിൽ കൊടുക്കുക. ഞാൻ പറഞ്ഞു, ചേട്ടാ എക്സ്പീരിയൻസ് ഒക്കെ ആകണ്ടേ, കുറേ നാൾ നോക്കിയിട്ട് കിട്ടാത്ത കാര്യമല്ലേ കിട്ടിയത്. ഇപ്പം തന്നെ ഒരുപാട് കിട്ടണമെന്ന് പറഞ്ഞാൽ 2ഉം കൂടെ കിട്ടത്തില്ല. അപൂർവം കേസുകളിലാണ് വലിയ ദിനാറും കിട്ടും, എക്സ്പീരിയൻസും കിട്ടും. പക്ഷേ നല്ലൊരു കമ്പനിയിലാണ് കിട്ടിയിരിക്കുന്നത്. 1-2 കൊല്ലം പിടിച്ച് നിൽക്കാൻ പറയും. അല്ല പറമ്പിൻ്റെ വല്ല കുഴപ്പമാണെന്ന് വെച്ച് ഞാൻ പറഞ്ഞു, അടിച്ചോടിക്കാൻ ചേട്ടാ, വീട്ടിൽ വേറെ 2 പ്രൊഫഷണൽസ് വർഷങ്ങളായിട്ട് കയറി ഇരിക്കുക. ഒരുത്തം മുട്ടം പ്രാർത്ഥനയാണെന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കണം. ഒട്ടകത്തിനെ കെട്ടിയിട്ടവൻ്റെ കഥ പോലെ ആകരുത്. ഗുരു പറഞ്ഞു, ഒട്ടകത്തിനെ ഏൽപ്പിച്ചിട്ട്
ഗുരു വിശ്രമിക്കാനായിട്ട് പോയി. യാത്ര കഴിഞ്ഞ് ഒരുപാട് ദൂരം യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതാണ്. അപ്പോൾ രാവിലെ ശിഷ്യനെ ഏൽപ്പിച്ചിട്ട് പോയി. രാവിലെ വരുമ്പോൾ ഒട്ടകത്തെ കാണാനില്ല. അപ്പോൾ ഗുരു വെച്ചു, ഒട്ടകം എന്തി തിരിച്ചു പോകണ്ടേ? അപ്പോൾ പറഞ്ഞത്, അങ്ങ് പറഞ്ഞിട്ടില്ല എല്ലാം ദൈവം നോക്കിക്കൊള്ളുമെന്ന്, അതുകൊണ്ട് ഒട്ടകത്തെ ഇവിടെ നിർത്തിയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനും വിശ്രമിക്കാൻ പോയത് എന്ന്. അപ്പോൾ ഗുരു വെച്ചു, നീ ഒട്ടകത്തെ കെട്ടിയിട്ടില്ലേ? കെട്ടിയിട്ടില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്, ദൈവം നോക്കുമെന്നല്ല അങ്ങ് പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കുരുത്തക്കേടൊന്നുള്ള ഒട്ടകം ആയിരുന്നില്ലല്ലോ. അപ്പോൾ ഗുരു ചോദിച്ചു, എന്ത് കഷ്ടമായി പോയി, ഞാൻ ദൈവത്തിൻ്റെ ഒട്ടകത്തെ കെട്ടിയിടാനുള്ള കൈയും കാലും എല്ലാം നിൻ്റേതായിരുന്നു. പക്ഷേ ദൈവത്തിന് ചെയ്യാനുള്ളത് ദൈവം നമ്മളിലൂടെയാണ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെ ആ ഒട്ടകത്തെ കണ്ടുപിടിക്കും? മരുഭൂമിയിൽ വിജനത ഓരിയിടുന്ന ശൂന്യതയിൽ എങ്ങോട്ട് പോയെന്നറിയില്ല. ആ മരൂക്ക ജഹാജ്, മരുഭൂമിയുടെ കപ്പൽ, അത് അതിൻ്റെ വഴി തേടിപ്പോയി. അപ്പോൾ എല്ലാം കൈവിട്ട് പോയിട്ടും പലർക്കും മനസ്സിലായിട്ടില്ല. ദൈവം തരും, ദൈവം തന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് പിറുപിറുത്തുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നവരുണ്ട്. യൂദാസിൻ്റെ ലേഖനം ഒറ്റ അധ്യായമേ, ഒറ്റുകാരൻ യൂദാസ് അല്ല, ഈശോയുടെ വത്സലശിഷ്യനായ യൂദാസിൻ്റെ ലേഖനത്തിൽ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ പിറുപിറുക്കുന്നവരും അസംതൃപ്തരും തങ്ങളുടെ ദുരാശകൾക്കൊത്തവിധം നടക്കുന്നവരും. ദുരാശ എന്തായാലും ഒന്നുകിൽ അപ്പം വേലി കെട്ട് ഞാൻ കല്യാണത്തിൽ പോകാം, അങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ കല്യാണത്തിൽ പോകാം, അപ്പം വേലി കെട്ട്. അതായത് എങ്ങനെയായാലും എനിക്ക് ഞാൻ വിചാരിച്ച പോലെ പോവുകയുള്ളൂ. അധികം മുഷിയാനോ കഷ്ടപ്പെടാനോ ഒന്നും പറ്റില്ല. ഇനി സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുത്താൽ പോകുമെന്ന് വിചാരിക്കണം. ദൈവഭക്തി ഉള്ളവന് അല്ലെങ്കിൽ ജ്ഞാനമുള്ളവന് അത് സാധിക്കും. കാരണം കൊടുക്കുന്നതും തരുന്നതും വെക്കുന്നതും എല്ലാം ദൈവമാണ്. ഒറ്റയടിക്കെല്ലാം പോയ കഥകൾ, കൊറോണയും കോവിഡും പ്രളയവും എല്ലാം നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ടും അതെല്ലാം നമ്മൾ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്ന അവസ്ഥയാണ്. ആരുടെയെങ്കിലും കണ്ണുനീര് നമ്മുടെ ജീവിതത്തിൽ വീഴ്ത്തിയിട്ടുണ്ട്. അറം പറ്റിയ വാക്കുകൾ, ചത്താലും കയറിപ്പോകരുത്, നീ ചത്താലും ഞാൻ കാലുകുത്തൂല, ആരാദ്യം ചാകുമെന്നോ മരിക്കുമെന്നോ ഒന്നും നമുക്ക് അറിയത്തില്ല. ഇന്ന് വിളിച്ച ഇന്ന് പോകണം. അതുകൊണ്ട് ജീവിതം അത്രേ ഉള്ളൂ, നമ്മുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ഈ വചനം യൂദാസിൻ്റെ ലേഖനം 16-ാമത്തെ വാക്യം, അവർ പിറുപിറുക്കുന്നവരും അസംതൃപ്തരും തങ്ങളുടെ ദുരാശകൾക്കൊത്തവിധം നടക്കുന്നവരും വമ്പ് പറയുന്നവരും. പൊങ്ങച്ചോണെങ്കിലോ ഒരു ലെവലും ഇല്ല. ഒരുപാട് സ്ഥലവും ഭൂമിയും വീടും എല്ലാം ഉണ്ടായിട്ട് എല്ലാം തൂത്തുവാരി ഈ തലമുറയെ തന്നെ പോയിട്ട് വാടക കൊടുക്കാൻ പോലും നിവർത്തിയില്ലാതെ. കാരണം പൊങ്ങച്ചത്തിന് ഒരു അതിര് വേണ്ടേ. ആ രീതിയിൽ ആളുകൾ ഓടി രക്ഷപ്പെട്ട് കളയും. നൊസ്റ്റാൾജിയ, പഴങ്കഥകൾ വെച്ചടിക്കുന്നവർ. ഞാനെന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ അറിയാമോ, ഞങ്ങളെന്ന് പറഞ്ഞാൽ അറിയാമോ, എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ അങ്കിള്, എൻ്റെ ആൻറ്റി, എൻ്റെ അമ്മാവൻ. എനിക്കറിയാം, എന്ത് കാര്യം പറഞ്ഞാലും എൻ്റെ അമ്മാവൻ എന്നും പറഞ്ഞിട്ട് ചില അനുഭവങ്ങളൊന്നും ഷെയർ ചെയ്യണം കേട്ടോ. അവസാനം അമ്മാവൻ മരിക്കുന്നതിന് മുമ്പ് മുട്ടൻ ശത്രുതയായി തീർന്നു. ദൈവത്തെക്കാൾ കൂടുതൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അമ്മാവൻ എന്നും പറഞ്ഞിട്ട് പൊങ്ങിയടക്കും. അവസാനം അമ്മാവൻ മരിക്കുന്നതിന് മുമ്പ് ആ കുടുംബമായിട്ട് കൊടിയ ശത്രു. ദൈവത്തെക്കാൾ അധികം മഹത്വം ഒരമ്മാവനും ഒരമ്മായിക്കും ഒരാങ്ങളയ്ക്കും ഒരപ്പനും കൊടുക്കരുത്. അപ്പനെയും അമ്മനെയൊക്കെ വേണം. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. അല്ലെങ്കിലാണ് അപ്പൻ്റെ അമ്മയുടെ സ്വഭാവം മാറി അതോടുകൂടി ദൈവവിശ്വാസം പോലും കളയുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. കാരണം ഒന്നാം സ്ഥാനം ദൈവത്തിന് തന്നെ കൊടുക്കണം. ദൈവത്തെക്കാൾ മുകളിൽ ഓരോരുത്തരെ കയറ്റി വെക്കുമ്പോഴാണ് അവരെന്തെങ്കിലും കാണിച്ചാൽ ഇനി ദൈവം വേണ്ട, പള്ളിയും വേണ്ട. അതുപോലെ സഭയെയും സഭാധികാരികളായാൽ ഇതിനെല്ലാം ഉള്ളിലുള്ളത് മനുഷ്യരാണ്. അതുകൊണ്ട് കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ പോയാൽ നമുക്ക് ഈ ലോകത്തിൻ്റെ അറ്റം വരെ പോയാലും അത് തന്നെ കണ്ടുപിടിക്കുള്ളൂ. ഇതിലെല്ലാം ഉള്ളത് മനുഷ്യരാണ്. ഒത്തിരി ഉള്ളവരുണ്ട്. ഒറ്റപ്പെട്ടവരുടെ കാര്യങ്ങളും അനുഭവങ്ങളും പറഞ്ഞ് എല്ലാവരെയും അടച്ച് കരിവാരി തേക്കാൻ നോക്കിയാൽ നമ്മൾ അതിനേക്കാൾ ദുഷിച്ചവരായി തീരും. അപ്പോൾ വമ്പ് പറയുന്നവരും കാര്യസാധ്യത്തിന് വേണ്ടി മുഖസ്തുതി പറയുന്നവരുണ്ട്. ഞാൻ വിചാരിച്ച കാര്യത്തിന് വേണ്ടി അങ്ങേയറ്റം വാഴ്ത്തും, വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ എന്ത് തിന്മയും പറയും. അത് ആശാസ്യമല്ല. അപ്പോൾ യാക്കോബ്സ്ലിഹായുടെ ലേഖനം 3-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്, തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. രോഗങ്ങൾ വരെ മാറിപ്പോകും. അനാവശ്യ സംസാരവും പുറത്തോട്ട് സംസാരിക്കുന്നതും സെൽഫ് ടോക്ക് ഉള്ളിൽ വെക്കുന്നത്. കുറേ ആളുകളുടെ ഉള്ളിൽ ഇങ്ങനെ നേരത്തെ കുക്കർ പൊട്ടിത്തെറിച്ച കഥ പറഞ്ഞില്ലേ, തിങ്ങി അതിങ്ങനെ ക്യാൻസറും ട്യൂമറും അൾസറും നടുവേദന, മുട്ടുവേദന, മൈഗ്രെയിൻ, സൈനസ് കെട്ടിക്കിടക്കുന്ന അവസ്ഥ. ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കുണ്ടാവില്ലെന്ന് പറയും. ഒഴുക്കില്ലാതിരുന്നാൽ ആ തോട് ബ്ലോക്കാകും. അതുപോലെ
അതിലേക്കുള്ള എല്ലാ കാണകളും എല്ലാം ബ്ലോക്കായി ദുർഗന്ധം വരും. ഇതുപോലെ തന്നെയാണ് ഉള്ളെല്ലാം വെടിപ്പാക്കി ശുദ്ധിയാക്കി നിർമ്മലമാക്കി ഇന്നത്തെ ദിവസം നമുക്കുള്ളെങ്കിൽ എന്ത് ചെയ്യും അതുപോലെ ഓർത്ത്. ഇതെൻ്റെ അവസാന സീറോ മലബാർ കുർബാനക്രമത്തെ നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇനിയൊരു ബലിയർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് എൻ്റെ അവസാന ദിവസമെങ്കിൽ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും, എങ്ങനെ ജീവിക്കും, അതുപോലെ ജീവിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം. വാക്കൊക്കെ അളന്നു തൂക്കി ഉപയോഗിക്കാനായിട്ട് പരിശ്രമിക്കണം. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു വചനം കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാനുള്ള വചനം പറഞ്ഞുതരാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ, പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. 4-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യം അവിടെ പറയുന്നത് ഇതാണ്: അവസാനമായി സഹോദരരെ സത്യവും വന്യവും, വന്യം എന്ന് പറഞ്ഞാൽ വന്ദിക്കേണ്ടത്, നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. അതായത് ബി പോസിറ്റീവ് ആകുക എന്ന്. സത്യവും വന്യവും, നല്ല കാര്യങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും പറയാനും സമയം തികയില്ല. അപ്പോൾ നല്ലത് പറയുക, നല്ലത് കാണുക, നല്ല നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും. ഈ ഒരൊറ്റ വചനം എടുത്ത് ധ്യാനിച്ചാൽ മതി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം അവിടെ പറയാം: സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവും. എല്ലാത്തിനെയും കുറിച്ച് നല്ലത് പറയും. പൊങ്ങച്ചൊന്നും പറയണ്ട, വമ്പും പറയണ്ട. ഉള്ളത് നല്ലതാണെങ്കിൽ ആ നല്ലതങ്ങ് പറയും. ചിലർ നല്ലതും പറയൂല, ചീത്തയും പറയും. ഉള്ളിലോട്ടെല്ലാം വെച്ചിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ വീർപ്പൂട്ടിരിക്കുന്ന അവസ്ഥ. കൂടെ ജീവിക്കുന്നവരെയൊക്കെ ഒന്ന് പ്രശംസിക്കാനായിട്ട് പരിശ്രമിക്കുക. അവരുടെ നന്മകളൊന്ന് കാണാനും അതൊന്ന് ഏറ്റു പറയാനായിട്ട് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതം, ബന്ധങ്ങളിങ്ങനെ ഊഷ്മളമായി തീരും. അല്ലെങ്കിൽ പുഴുക്കത്തേറ്റ പോലെ മുരടിച്ച പോലത്തെ അവസ്ഥയിലായിത്തീരും. അപ്പോൾ നാവിനെ നിയന്ത്രിക്കുക. ഇത്രയും വലിയ കപ്പലിനെ ഒരു നങ്കൂരം ഉപയോഗിച്ച് നിയന്ത്രിച്ച് പിടിച്ചു നിർത്തുന്നു. യാക്കോബ് ലേഖനം 3-ാം അധ്യായം എടുത്തത് വായിക്കണം കേട്ടോ. അതിൽ പറയുന്നുണ്ട്, ഇത്രയും പോകുന്ന കപ്പലിനെ ഇത്രയും പോകുന്ന നങ്കൂരം വെച്ച് നിയന്ത്രിച്ച് നിർത്തുന്നത് പോലെ, പിടിച്ചു നിർത്തുന്നത് പോലെ നാവിനെ നിയന്ത്രിക്കുന്നവന് എല്ലാം സാധിക്കും. നാവ് കുഴപ്പമാണെങ്കിലോ ഈ കഥ. ഇന്ന് പലരും പറയുന്ന ചോദിക്കുന്ന ഒരു കാര്യങ്ങൾക്കുള്ള മറുപടി കൂടെയാണ് ഇന്നത്തെ ഈ വചന സന്ദേശത്തിലൂടെ നൽകുന്നത് കേട്ടോ. ഉള്ളിലുള്ളത് വിഷമാണെങ്കിൽ എല്ലാം പോയ അവസ്ഥകളാണ്, എല്ലാം കൈവിട്ടു പോയ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഉള്ളിലുള്ളത് വിഷമായാൽ പുറത്തോട്ട് വരുന്നത് വിഷമായിരിക്കും. ഉള്ളിൽ എന്ത് ചെയ്യണം? നല്ലത് നിറക്കണം. അതിന് വചനം വായിക്കണം, വചനം പ്രാർത്ഥിക്കണം. വായിച്ചും പ്രാർത്ഥിച്ചും പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരാ. മനുഷ്യ സംസർഗം വേണം. നല്ലത് കാണണം, നല്ലത് പറയണം. മര്യാദകൾ കൈവിടാതെ സമൂഹത്തിൽ ജീവിക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും സാധിക്കണം. അപ്പോൾ കുറവുകളില്ലാത്ത ആരും ഈ ലോകത്തില്ല. കുറവുകളെ വാഴ്ത്തിക്കൊണ്ടിരിക്കേണ്ട, നല്ല കാര്യങ്ങൾ പൊക്കിയെടുക്കാൻ, നല്ല കാര്യങ്ങൾ പറയാൻ എന്തോരം കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. ദൈവത്തിൻ്റെ എത്രയോ നന്മകളുണ്ട്. ആ നന്മകളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഒരു ചെറിയ കഥയും കൂടെ പറയാം. ഈ ഒരൊറ്റ ടോക്കിലാണെങ്കിൽ 3-4 കൊച്ചു കഥകൾ. അതായത് 2 സന്യാസിമാരിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു വണ്ടി ഇടിച്ച് ചത്ത് കിടക്കുന്ന ഒരു പൂച്ചയുടെ ശരീരം കണ്ട് ദുർഗന്ധമാണ്. ഒരാളപ്പോഴേ മൂക്കും പൊത്തി അവിടെ നിന്ന് മാറിപ്പോകാനായിട്ട് തുടങ്ങി. പക്ഷേ മറ്റേ സന്യാസി ഒരു നൈസർഗികമായിട്ട് ഇതൊക്കെ ജീവിതത്തിൽ ഉള്ള സംഭവമാണ്. വളരെ അതിലൂടെ ആ പൂച്ചയുടെ വണ്ടി ഇടിച്ച് കിടക്കുന്ന അതിൻ്റെ ആ അവസ്ഥ അത് കണ്ട് അതിലെ കൂടെ മറ്റേ ആളെ പോലെ അറച്ചു തുള്ളിയല്ല പോയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരാൾ നെഗറ്റീവായിട്ട് പറഞ്ഞു, മറ്റേ ആൾ പറഞ്ഞു, നോക്കുക എത്ര മനോഹരമായിട്ടാണ് ദൈവം അതിൻ്റെ പല്ലുകളൊക്കെ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പൂച്ചയുടെ പല്ലുകൾ ഇത്രയും ഇതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് വണ്ടി ഇടിച്ച് ചത്ത് വായം പൊളിച്ച് കിടക്കുന്നതുകൊണ്ട് എല്ലാ പല്ലുകളും ഇങ്ങനെ കാണാം. ദൈവം എത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ പല്ലുകളൊക്കെ ഇത് മെനഞ്ഞിരിക്കുന്നത് എന്ന് ഈ മനുഷ്യൻ പറഞ്ഞ ഇതാണ്. അതുകൊണ്ട് ഏതൊരു കാര്യത്തിലും അഴുത്ത് പൊഴുത്ത് അഴുകി വണ്ടി ഇടിച്ച് കിടക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ഇത് മറ്റേ സന്യാസിയാണെങ്കിൽ ഇതാരും എടുത്തു മാറ്റാത്തതിനെക്കുറിച്ചും ഈ ജീവികൾ ഇങ്ങനെ വഴിയിലിറങ്ങി നടക്കുന്നതിനെക്കുറിച്ചും ഇത് പുഴുത്ത് കിടക്കുന്നതിനെക്കുറിച്ചും എന്തൊരു കഷ്ടമാണ്, സ്വയം മടുപ്പ്, മാറിത്തുള്ളി അറച്ചു പോവുകയാണ്. പക്ഷെ അടുത്തയാൾ പറഞ്ഞ കാര്യം ഇതാണ്,
എത്ര മനോഹരമാണ് അതിൻ്റെ ആ പല്ലിൻ്റെ നിലകൾ എന്ന്. ദൈവം എത്ര ഹൃദ്യമായാണ് ഇതിനെല്ലാം ഓരോ ജീവിയും സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ നമുക്ക് പൊട്ടിത്തെറിക്കാൻ നിന്നാൽ ഈ ജീവിതത്തിൽ പൊട്ടിത്തെറിക്കാൻ മാത്രം നേരമുള്ളൂ. എത്ര ചെയ്തിട്ടും എന്ത് ചെയ്തിട്ടും അഭിവൃദ്ധി ഇല്ലേ? ഒന്ന് നമ്മളെ തന്നെ ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കൂ. ഇങ്ങനത്തെ ചിന്താഗതി ഉണ്ടോ? നെഗറ്റീവ് അടിക്കുന്ന സ്വഭാവം, നെഗറ്റീവ് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം, എത്രയും പെട്ടെന്ന് അതൊക്കെ ചൊരിഞ്ഞ് കളഞ്ഞ് വെടിപ്പാക്ക്, അഴുക്കൊക്കെ കളയും. നല്ല പാൽപ്പായസമാണെങ്കിൽ ഒരു തുള്ളി മണ്ണെണ്ണ അതിൽ വീണാൽ അത് വല്ലവർക്കും കഴിക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഉള്ളിൽ വിഷമുണ്ടെങ്കിൽ അത് നമ്മളെയും മലിനരാക്കും, മറ്റുള്ളവരെയും മലിനമാക്കും. പേപ്പറിലൊക്കെ വന്നിട്ടുള്ള ചില കേസുകളൊക്കെ ഓർക്കുകയാണ്. കുഞ്ഞുനാളിൽ എഴഞ്ഞ് നടക്കുമ്പോൾ ബട്ടൺസും അതും ഇതൊക്കെ എടുത്ത് പിന്നൊക്കെ എടുത്ത് വിഴുങ്ങിയിട്ട് അവസാനം വലുതായി വരുമ്പോൾ വയറുവേദനയൊക്കെ മാറാതെ വന്നപ്പോൾ സ്കാൻ ചെയ്ത് നോക്കി, ഇങ്ങനെ വന്ന സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ കാണുന്നത് ഇങ്ങനെ പിന്നും ഇതെല്ലാം കിടക്കുന്നു. ഡോക്ടർമാർ വിജയകരമായി ഓപ്പറേഷൻ ചെയ്ത് അത് നീക്കിയപ്പോൾ ആ ഇൻഫെക്ഷനായിരുന്ന പഴുത്തിരുന്ന കുടലും അതെല്ലാം മുറിച്ച് മാറ്റി ഈ സാധനങ്ങളെല്ലാം നീക്കി കഴിഞ്ഞപ്പോൾ ആ വയറുവേദന മാറി, ആൾ സുഖപ്പെട്ടു എന്നും പറഞ്ഞ് ഫോട്ടോ സഹിതം വരാറുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ചെറുതായാലും വലുതായാലും മോശമായ കാര്യങ്ങളാണെങ്കിൽ, നമുക്ക് പറ്റാത്തതാണെങ്കിൽ, നമ്മുടെ ശരീരം പ്രതികരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ എതിരുള്ള കാര്യമാണ് ഈ നെഗറ്റീവ് സംസാരം. അതുപോലെ തെറി വിളിക്കുക, അലറി ചാടി വരിക, ശാപവാക്കുകൾ പറയുക, അതെല്ലാം മാറ്റിയാൽ തന്നെ കെട്ടഴിച്ചു വിട്ടതുപോലെ നമ്മുടെ ബിസിനസ്സിൽ പുരോഗതി വരാൻ തുടങ്ങും, കുടുംബം അഭിവൃദ്ധിപ്പെടാൻ വേണ്ടി തുടങ്ങും. എന്തിനും ഏതിനും ഈ നെഗറ്റീവ് ടോക്കടി ആദ്യം നിർത്തുക. ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകാൻ ഈ ഒരൊറ്റ കാര്യം ഇന്ന് തൊട്ട് പരിശീലിക്കാൻ ശ്രമിക്കുക. അതിന് സഹായമായ വചനം പ്രഭാഷകൻ 23-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ആ വാക്യങ്ങൾ പറഞ്ഞ് ഒരു മാസം പ്രാർത്ഥിക്കുക. ഒരു 7 തവണ വെച്ചിട്ട്, ചെറിയ ഭാഗമല്ലേ പ്രഭാഷകൻ 23 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ. ആത്മനിയന്ത്രണത്തിന് വേണ്ടി പ്രാർത്ഥന. ഇനി കുമ്പസാരിച്ചിട്ടൊക്കെ ഒരുപാട് നാളായെങ്കിൽ ഒരു കൗൺസിലിങ്ങും ഒക്കെ എടുത്ത് ഒരു കുമ്പസാരത്തിന് തുല്യം വെക്കാൻ വേറെ ഒന്നുമില്ല. കാരണം ഒരു 10 പൈസ പോലും കൊടുക്കണ്ട. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മാനസിക രോഗം പോലും സുഖപ്പെടുന്ന, അത് ഞാനിവിടെ പല കേസുകളും വന്നിട്ടുള്ള മാനസിക രോഗികൾ പോലും സുഖപ്പെട്ട് ഇന്ന് നോർമൽ ലൈഫ് ജീവിക്കുന്നുണ്ട്. അത് നല്ല കുമ്പസാരത്തിൻ്റെ ഗുണം അതാണ്. തുറന്ന് കുമ്പസാരിക്കണം. അപ്പോൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക. എല്ലാം തികഞ്ഞവരാരും ഈ ലോകത്തില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുള്ളതിൻ്റെ ലക്ഷണം. മഞ്ഞക്കണ്ണാടി വെച്ചവനെല്ലാം മഞ്ഞച്ച് കാണും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ കുഴപ്പവും കുറവും മാത്രം നോക്കിയിരുന്ന അവസാനം ഈ ജീവിതത്തിൻ്റെ അറ്റം വരെ നമ്മുടെ ജീവിതം അറ്റെത്തുമ്പോഴാണ് ചിലപ്പോൾ അന്നേരം ചിന്ത വരും, പാഴായിപ്പോ എന്നുള്ള അവസ്ഥ. അതുകൊണ്ട് നല്ലത് പറയാം, സൗമ്യതയോടെ സംസാരിക്കാം, മറ്റുള്ളവരുടെ നന്മകൾ കാണാം. ഇന്നു മൂലം നമുക്ക് അങ്ങനത്തെ ഒരു തീരുമാനമെടുക്കാം. കുടുംബജീവിതം ശരിയാകും. ആ വചനം എത്ര പ്രാവശ്യം എഴുതണം, ഈ വചനം എത്ര പ്രാവശ്യം എഴുതണം, ആ ധ്യാനേന്ദ്രത്തിൽ പോകണം, ഈ ധ്യാനേന്ദ്രത്തിൽ പോകണം, ഇനി ബന്ധനം എടുക്കുന്ന സ്ഥലത്ത് പോകണമെന്ന് പറയും. പക്ഷേ ആദ്യം ഈ ഉള്ളിലുള്ള കാര്യം മാറ്റേണ്ട, കയ്യിലിരിപ്പ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ സ്വർഗം പിറക്കും. ധ്യാനവും പ്രാർത്ഥനയും എല്ലാം ഇതിന് സപ്പോർട്ടീവാണ്. അതെല്ലാം അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ. അപ്പോൾ ഈ വചനം പ്രഭാഷകൻ 23 1 മുതൽ 6 വരെയുള്ള ഈ വചനങ്ങൾ നമ്മളെല്ലാം ഇന്നോട്ട് വായിച്ച് പ്രാർത്ഥിക്കുക. പടിപടിയായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്താം. ഉള്ളിൽ നന്മ നിറയുമ്പോൾ അത് നിറഞ്ഞു കവിഞ്ഞൊഴുകും, മുഖം പ്രസന്നമാകും, സന്തോഷമുള്ളതാകും. കൂടെ ജീവിക്കുന്നവരിലേക്ക് ഈ പോസിറ്റീവ് എനർജി പ്രസരിക്കും. പരിശുദ്ധ അമ്മയിലെ ആ നന്മ, ആ കൃപ എലിസബത്തിനെ ഉദരത്തിൽ കിടന്ന ശിശു കൊതിച്ച് ചാടി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ പ്രസൻസ്, നമ്മുടെ വീട്, ചിലർക്കൊക്കെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം. എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല. അത് നോക്കിയിട്ട് നമുക്കറിയാം, നമ്മൾ പോകുന്ന വഴിയിലൊക്കെ അഴുക്കാണെങ്കിൽ നമുക്ക് പരവതാനി വിരിച്ച് പോകാൻ പറ്റുമോ? എല്ലാം ക്ലീനായിട്ട് പോകണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? എന്ത് ചെയ്യും? കാർപ്പറ്റ് വിരിക്കുമോ? ഇല്ല, കാലിൽ ചെരുപ്പിടും അല്ലേ? അപ്പോൾ ചെരുപ്പിലെടുക്കാതെ എന്ത് ചെയ്യും? അത് കഴുകിക്കളയും. എന്നാലും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇതുപോലെ തന്നെ ചുറ്റിനും ഈശോയ്ക്കും ഉണ്ടായി, പ്രതികൂലം ഉണ്ടായി, അനുകൂലം ഉണ്ടായി. കുറ്റപ്പെടുത്തിയവരുണ്ട്, പ്രാന്താണെന്ന് പറഞ്ഞവരുണ്ട്, ഇവനാ തച്ചപ്പണിക്കാരൻ്റെ അപ്പനെ അമ്മനെയും കയറി വിളിച്ചവരുണ്ട്, ചെകുത്താനെ കൊണ്ടാണ് വിശാഖനെ പുറത്താക്കുന്ന പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് ആൾക്കാർ അങ്ങനെ പറയണോണ്ട, അമ്മ ഇങ്ങനെ പറയണോണ്ട. എന്താ ഒരു മോൻ പറഞ്ഞു, ഈ അമ്മ കാരണം, അമ്മ ജോലി അന്വേഷിക്കുക, ജോലിക്കോ എന്ന് പറയുന്നത് കൊണ്ട് മോൻ വീട്ടിൽ കയറി വയലൻ്റായിട്ട് അടച്ചുകൂട്ടിയിരിക്കുന്നതെന്ന് അമ്മ പറയുന്നു. അമ്മ പറയണ്ടേ? അമ്മയുടെ പണിയാണ്.
അപ്പോൾ അതുപോലെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. ഭർത്താവ് ജോലി അന്വേഷിക്കില്ല, ജോലിക്കും പോകില്ല, ഭാര്യ എല്ലാം നോക്കട്ടെ. അപ്പോൾ ഭാര്യ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പറയിക്കാൻ ഇടകൊടുക്കാതെ കഷ്ടപ്പെട്ട് കുടുംബം കടം മേടിച്ചും തട്ടിമുട്ടിയും പോകുന്നതിന് ഒരു പരിധിയില്ലേ. കഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതെല്ലാം ഈ വിഷയങ്ങൾ ഇതിൽ വന്നതേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ നന്മ നിറയട്ടെ. അതിന് പ്രാർത്ഥന വേണം, വചനം വേണം. ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ കരിക്കെടുത്ത് തല്ലിപ്പൊട്ടിച്ചാൽ അതിൽ നിന്ന് കരിക്ക്, കഴമ്പും മധുരവും കരിക്കും വെള്ളമൊക്കെ വരും. നാരങ്ങ എടുത്ത് എന്ത് ചെയ്തിട്ടും 2 ഉമ്മം കൊടുത്തിട്ട് അത് കണ്ടിച്ചെടുത്താലും അതിൽ നിന്ന് നല്ല കടും പുളിയുള്ളതേ വരും. അതിൻ്റെ ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ളത് ആണ് പുറത്തേക്ക് വരുന്നത്, മറ്റുള്ളവരുടെ ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. മറ്റുള്ളവരുടെ ഉള്ളിലുള്ളത് അങ്ങനെയാണ് ഇങ്ങനെ വരുന്നതെന്നും പറഞ്ഞ് നമ്മുടെ ജീവിതം അതനുസരിച്ച് ക്രമപ്പെടുത്താൻ പോയാൽ അതിനേക്കാൾ വലിയ പോഷത്വം വേറെയില്ല. കാര്യം പിടിയിട്ടെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് ബിസിനസ് ചെയ്തിട്ട് ഉയരണമെങ്കിൽ, കുടുംബജീവിതത്തിൽ ഉയരണമെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. ഇത്രയും പ്രായമായിട്ടും വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ല, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, വന്നതെല്ലാം തൂങ്ങിപ്പോകും. അതുകൊണ്ട് ഈ നെഗറ്റീവ് സംസാരങ്ങൾ ഉള്ളിലുള്ളതും പുറത്തുള്ളതും മാറ്റി മുന്നോട്ട് വെടിപ്പാക്കി ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകാൻ അതിനുള്ള കൃപ ദൈവം എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ നമ്മുടെ ഹൃദയം വഴി എല്ലാ പ്രാർത്ഥനകളും ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പം മറന്നു പോകേണ്ട പ്രഭാഷണം 23 1 മുതൽ 6 വരെയുള്ള ആ വചനങ്ങൾ ഇന്നോട്ട് വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മസംയമനത്തിൻ്റെ, ആത്മനിയന്ത്രണത്തിൻ്റെ കൃപ കിട്ടും. പരിശുദ്ധാത്മാവ് തന്നെ പ്രവർത്തിച്ചോളും. അതുപോലെ ഈ പ്രോഗ്രാം ഇനിയും ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കിട്ടുവാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നല്ലതായിരിക്കും. അതുപോലെ ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് പ്രേക്ഷിത വേലകളിൽ സെൻറ്റ് മേരീസ് പ്രേമസിയുടെ ശുശ്രൂഷകളിൽ പങ്കുകാരാൻ ആകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.